Hey guys and welcome back to Best Car Picks. നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് തന്നെ ഇന്ത്യയിൽ നമ്മളിപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും പല സാഹചര്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് എം ജിയുടെ പുതിയ മെജസ്റ്റർ എന്ന് പറഞ്ഞ ഡി പ്ലസ് സെഗ്മെൻറ്റ് എസ് യു വി. അത് ഡി സെഗ്മെൻറ്റ് എസ് യു വി ആണ് വഴി ഫോർച്യൂണറൊക്കെ അതിന് മുകളിലായിട്ടാണ് അവർ ഈ വണ്ടിയെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് സൈസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സൈസൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഏതായാലും കഴിഞ്ഞ വർഷം തന്നെ ജാനുവരിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഷോയിൽ അവർ വണ്ടി കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഡിസൈനൊക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ള സത്യം പറഞ്ഞാൽ നമുക്കറിയാം. അതിന് മുന്നേ തന്നെ ഈ വണ്ടി അവർ ചൈനയിൽ മാക്സസ് D90 ഫേസ് ലിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പുതിയ ജനറേഷനായിട്ട് അൺവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കെപ്പോഴാണ് കിട്ടുന്നതെന്ന് മാത്രം ഭയങ്കര ലേറ്റ് ആയിപ്പോയി ഒരു വണ്ടി ഇറക്കാൻ. കഴിഞ്ഞ വർഷം തന്നെ ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്ന വണ്ടിയായിരുന്നു. പക്ഷേ 2026 സ്റ്റാർട്ടിങ്ങിലാണ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോഴും മൊത്തമായിട്ട് ഇറക്കിയെന്ന് പറയാൻ പറ്റില്ല. അതാണ് മറ്റൊരു പ്രശ്നം. എനിവേ ഫ്രണ്ട് ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. താഴത്താണ് മെയിൻ ഹെഡ് ലാംപ്സ് വരുന്നത്. ടോപ്പിൽ DRLs അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ നമ്മുടെ ഗ്രില്ലൊക്കെ ഭയങ്കര വലിയ സൈസാണ്. അതിൻ്റെ അകത്തും അവരൊരു LED ലൈറ്റ് പോലെ സ്ട്രൈറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആൻഡ് അഗൈൻ ഭയങ്കര മാച്ചോ ആയിട്ടുള്ളൊരു ലുക്കാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ലാഡർ ഫ്രെയിം ഷാസിയിലാണ് ഈ വണ്ടി വരുന്നത്. ഇതിനകത്ത് 4x4 സിസ്റ്റം, അതുപോലെ 3 ഡിഫറൻഷ്യൽ ലോക്ക്, അതായത് ഫ്രണ്ട് ലോക്ക് ചെയ്യാം, ബാക്ക് ലോക്ക് ചെയ്യാം, സെൻട്രൽ ലോക്കും വരുന്നുണ്ട്. പിന്നെ ഓഫ് റോഡ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ക്രോൾ മോഡ് അല്ലെങ്കിൽ ക്രീപ്പ് മോഡ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്. സോ അതാണ് നമുക്ക് അതിൽ പറയാൻ പറ്റുന്നത്. ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ അവർ ഓഫ് റോഡ് അത്യാവശ്യം നന്നായിട്ട് ബൂസ്റ്റ് ചെയ്താണ് പറയുന്നത് ഇപ്രാവശ്യം. ഇനി അതല്ലാതെ സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 19 ഇഞ്ച് അലോയ് വീൽസാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. ഇതിനകത്ത് മൊത്തം ആക്സറൈസ്ഡ് ആയിട്ടുള്ള മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷേ നിങ്ങൾ വണ്ടി ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ആൻഡ് ഡയമെൻഷൻസ്, അതാണ് ഈ വണ്ടിയുടെ വേറൊരു വലിയ പ്ലസ് പോയിന്റ്. 5 മീറ്റേഴ്സിന് മുകളിലാണ് ഈ വണ്ടിയുടെ ലെങ്ത് വരുന്നത്. 2 മീറ്റേഴ്സിന് മുകളിൽ ഇതിന് വിട്ടും വരുന്നുണ്ട്. ഈവൻ 2950 മില്ലിമീറ്റേഴ്സിന് മുകളിലാണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അതായത് ഓൾമോസ്റ്റ് 3 മീറ്ററിനടുത്ത് വീൽ ബേസും ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോ ഡയമെൻഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫോർച്യൂണറിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പം കൂടിയ ഒരു വണ്ടിയാണ്. അതുകൊണ്ടാണ് എം ജി ഇതിന് ഡി പ്ലസ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുഷ് ചെയ്ത് വിളിക്കുന്നത്. ആൻഡ് ഓവറോൾ നോക്കുകയാണെങ്കിൽ സൈസ് നമുക്ക് അത്യാവശ്യം കാണുമ്പോഴും തോന്നുകയും ചെയ്യും. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏകദേശം കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സും വലിയ മെജസ്റ്റർ എന്ന് പറഞ്ഞ ബാഡ്ജിങ്, അതൊരു ഗ്ലോസ്റ്ററിൽ പണ്ട് കൊടുത്തപ്പോൾ ആൾക്കാർ കുറ്റം പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കമ്പനികൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പുതിയ സെറ്ററിൻ്റെ എയർ ക്രോസ് എക്സിൽ ഇത്ര വലിയ ബാഡ്ജിങ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഇത് കുറച്ച് അധികം വലുതാണ്. എനിവേ അതങ്ങനെ ആയിക്കോട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബാക്കിൽ റിഫ്ലക്റ്റേഴ്സും സാധനങ്ങൾ, 4 വീൽ ഡ്രൈവിൻ്റെ ബാഡ്ജിങ്, മൊറിസ് കരാസിൻ്റെ ബാഡ്ജിങ് സാധനങ്ങളെല്ലാം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആണ്. നിങ്ങളിപ്പോൾ 3 റോസും മുകളിൽ തന്നെ വെക്കുകയാണെങ്കിൽ 343 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. ഇനി അതല്ല ബാക്കിലത്തെ 3rd റോ സീറ്റ് മടക്കിയിട്ടാണെങ്കിൽ 1350 ലിറ്റേഴ്സ് വരെയുള്ള ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അതല്ല എങ്കിൽ വേണമെങ്കിൽ 2nd റോ മടക്കിയിടാം. അപ്പോൾ കുറച്ചുകൊണ്ട് കൂടുതൽ സ്പേസ് കിട്ടും. പക്ഷേ എല്ലാ ആപ്പാണെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിനൊക്കെ പുറമെ ഇലക്ട്രിക് പവർ ടെയിൽ ഗേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഡെഫിനറ്റ്ലി പ്രൈസ് പോയിന്റിൽ ഒരു അറിയാവുന്ന ഫീച്ചറാണല്ലോ. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ക്വാളിറ്റി ആയിക്കോട്ടെ, അതുപോലെ ചില സോഫ്റ്റ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഗ്ലോസ്റ്ററിനെ നല്ലതായിരുന്നു. ഈ വണ്ടിയുടെ അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ നമ്മൾ ഏകദേശം ഗ്ലോസ്റ്ററിൽ കണ്ട ഒരു സിമിലർ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിന് പുറമെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 12.3 ഇഞ്ചസിന് ടച്ച് സ്ക്രീൻ ഫുട്ടിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് കിട്ടുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്റ്റന്റ് ലിസ്റ്റ് വരുന്നുണ്ട്. അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ 10 നമുക്ക് ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് ഇതിനകത്ത് മൾട്ടിപ്പിൾ സെലക്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ട്രിപ്പിൾ സോൺ ഓട്ടോ AC അവൈലബിൾ ആണ്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആയിക്കോട്ടെ, ലെവൽ 2 ADAS ആയിക്കോട്ടെ, 360 ഡിഗ്രി ക്യാമറ ആയിക്കോട്ടെ, പാനോറാമിക് സൺറൂഫ് ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുത്തിട്ടുണ്ട്. സോ ആ കാര്യത്തിലൊന്നും വേറെ കോംപ്രമൈസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈവൻ മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും നമുക്ക് JBLൻ്റെ 12 സ്പീക്കർ ഓഡിയോ സിസ്റ്റമാണ് ഇതിനകത്ത് കിട്ടുന്നത്. ആൻഡ് നമ്മുടെ ഡ്രൈവറിൻ്റെ ഡോറിൻ്റെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ, ഓർ മോസ്റ്റ്ലി ഡോസിൻ്റെ ഡിസൈനൊക്കെ എത്രയും അത്യാവശ്യം നല്ലൊരു പ്രീമിയം പക്ഷേ എന്നാൽ റഗഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോൻ്റെ കൺട്രോൾ ആണെങ്കിൽ ഒരു മെറ്റാലിക് സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം കൺട്രോൾസ് പോലെ കാണുമ്പോഴും തോന്നും. ഇനി ഇതിൻ്റെ ഡ്രൈവർ സീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് 12 ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ നമുക്ക് ഇതിനകത്ത് മസാജ് ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ വെന്റിലേറ്റഡ് ആണ്, അതുപോലെ ഹീറ്റഡ് സീറ്റ്സും ആണ് വരുന്നത്. കോ ഡ്രൈവർ സീറ്റും ഹീറ്റിംഗ് വെന്റിലേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ 2 സീറ്റ്സിൻ്റെ കാര്യം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒക്കെ ഉറപ്പായിട്ടും അവർ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് റോ എക്സ്പീരിയൻസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. ഇതിനകത്ത് 6 and 7 സീറ്റർ ലേഔട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ ബെഞ്ച് സീറ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ക്യാപ്റ്റൻ സീറ്റ്സ് ആണെങ്കിൽ ഇതും കിട്ടും. ക്യാപ്റ്റൻ സീറ്റ്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നമുക്കൊരു ബ്ലാക്ക് ലെതർ അപ്പോൾസ്റ്ററി ആണ് ഇതിൻ്റെ എല്ലാ സീറ്റ്സിലും വരുന്നത്. പിന്നെ ക്യാബിൻ ആണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് ബേജിൻ്റെ കോമ്പിനേഷനാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കാണുന്ന സ്ഥലത്തെല്ലാം മെയിൻലി ബ്ലാക്ക് ആണ്. ആകപ്പാടെ റൂഫ് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ബേജ് ഫിനിഷ് വരുന്നുള്ളൂ. ആൻഡ് ഈവൻ ഇതിൻ്റെ നമുക്ക് 2 സീറ്റ്, 2 ആംബ്രസ്റ്റ് ബാക്കിൽ കിട്ടുന്നുണ്ട് ഇൻഡിവിജ്വലായിട്ട്. പിന്നെ ഇത് ഇത്രയും വീൽ ബേസ് ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ സ്പേസ് ആവശ്യത്തിനുണ്ട്. പക്ഷേ അഗൈൻ ഇത് ലാഡർ ഫ്രെയിം വണ്ടിയാണ്. അതുകൊണ്ട് നടുവിൽ നമുക്ക് ടണൽ വരും. പിന്നെ ഫ്ലോർ ഇത്തിരി പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അതൊക്കെ നോർമലി എല്ലാ വണ്ടികളിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അതിൽ നമുക്കും ചെയ്യാൻ പറ്റില്ല.
പിന്നെ തേർഡ് റോ നിങ്ങൾ എങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റ്സ് ആണ് കിട്ടുന്നത്. ഇവിടെയും AC വെൻസും പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോർട്ടും അതുപോലെ കപ്പ് ഹോൾഡറും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ സീറ്റ് ഒരുപാട് സ്പേസ് കിട്ടില്ല. അഗൈൻ ഇതൊരു വലിയ SUV ആയതുകൊണ്ടും ലാഡർ ഫ്രെയിം ആയതുകൊണ്ടും തന്നെ ബാക്കിൽ കാല് നമ്മുടെ അത്യാവശ്യം നല്ല പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് ഭയങ്കര സ്പേസ് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും അതുപോലെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വീതിയുള്ള സീറ്റാണ്. 2 പേർക്ക് കൂടുതൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റും. നമുക്ക് മെയിൻലി 4 കളർ ഓപ്ഷൻസിൽ മാത്രമേ വണ്ടി കിട്ടുന്നുള്ളൂ. അത് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഗ്രേ ഉണ്ട്, അതുപോലെ ഒരു മെറ്റാലിക് ആഷ് കളറും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഇല്ല, ഡ്യുവൽ ടോണും ഇല്ല. അതുപോലെ തന്നെ MG ഇവരുടെ ആദ്യത്തെ 3000 കസ്റ്റമേഴ്സിന് 5 വർഷത്തെയും അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സിൻ്റെയും വാറണ്ടി, അതുപോലെ 5 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ്, പിന്നെ 5 വർഷത്തെ ലേബർ ഫ്രീ സർവീസ്, ഇത്രയും കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അഗൈൻ ആദ്യത്തെ 3000 കസ്റ്റമേഴ്സിന് മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു MGയുടെ വണ്ടി എടുക്കാനും ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണമല്ലോ, അപ്പോൾ അതാണ് സംഭവം. ഇനി എഞ്ചിൻ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് ഇല്ല, ഒരൊറ്റ എഞ്ചിനേ ഉള്ളൂ. അത് നമ്മുടെ സെയിം ഗ്ലോസ്റ്ററിൽ കിട്ടിക്കൊണ്ടിരുന്ന 2 ലിറ്റർ ബൈ ടർബോ ഡീസൽ എഞ്ചിനാണ്. 215 PS അതുപോലെ 478 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. 8 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നത്. ഇതിൻ്റെ തന്നെ 4x2ഉം അതുപോലെ 4x4 ഉള്ള മോഡലും ഉണ്ട്. നമുക്ക് 3 വേരിയൻസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഏറ്റവും ബേസിക് എന്ന് പറയുന്ന ഷാർപ്പ് എന്ന് പറഞ്ഞ മോഡലാണ്. അതിൻ്റെ മുകളിൽ പിന്നെ സാവി ഉണ്ട്, അതുപോലെ സാവി 4x4ഉം വരുന്നുണ്ട്. ഷാർപ്പും അതുപോലെ നോർമൽ സാവി വേരിയൻറ്റും നമുക്ക് റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലാണ് കിട്ടുന്നത്. അതല്ലാതെ നിങ്ങൾ സാവി 4x4 എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഓൾ വീൽ ഡ്രൈവ് കോമ്പിനേഷൻ കിട്ടുന്നത്. അതിൻ്റെ അകത്തായിരിക്കും ഈ കുറേ 10 വേരിയേഷൻസ് എല്ലാം നമ്മുടെ ട്രാക്ഷൻ മോഡ്സും സാധനങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഓഫ് റോഡ് കേപ്പബിലിറ്റീസിൻ്റെ കാര്യത്തിൽ MG അത്യാവശ്യം നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. 810 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഒക്കെ ഇനി വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. ഇത് നമ്മുടെ ഇൻ്റർനാഷണലി വരുന്ന മാക്സസ് D90യുടെ ലേറ്റസ്റ്റ് ജനറേഷൻ മോഡലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കേപ്പബിലിറ്റീസും സാധനങ്ങളൊക്കെ ഈ വണ്ടിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടം വരെ ഇപ്പോൾ എല്ലാം ഓക്കെ ആണല്ലോ, പിന്നെ എന്താണ് ഇതിൻ്റെ പ്രശ്നമായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഒരു വണ്ടി ഇറക്കാൻ ഭയങ്കര ലേറ്റായി. കഴിഞ്ഞ വർഷം തന്നെ ഇറക്കേണ്ട വണ്ടിയായിരുന്നു. അതും ഇപ്പോൾ ഇറക്കിയെന്ന് പറഞ്ഞാലും ജസ്റ്റ് റിവ്യൂല് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ലോഞ്ച് ചെയ്തിട്ടില്ല. അവർക്ക് ഇപ്പോൾ തന്നെ വണ്ടിയുടെ പ്രൈസും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ അക്കാര്യത്തിലൊരു തീരുമാനമായി. പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രൈസ് അറിയില്ല, ജസ്റ്റ് റിവ്യൂല് മാത്രമേ നടന്നിട്ടുള്ളൂ. പ്രൈസ് വരാൻ ഇനി നിങ്ങൾ ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യണം ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ. മാത്രമല്ല ഡെലിവറി കിട്ടി തുടങ്ങാൻ പിന്നെ മെയ് ആവും. സോ അതിനും 1 മാസത്തെ ഡിലേ വീണ്ടും വരുന്നുണ്ട്. പ്രൈസ് ഇപ്പോൾ ഈ വണ്ടി എന്തായാലും ഗ്ലോസ്റ്ററിന് മുകളിലായിട്ട് ഒരു പ്ലേസ് ചെയ്യുള്ളൂ. ഗ്ലോസ്റ്റർ ഇപ്പോൾ വരുന്ന ഏകദേശം ഒരു 38 to 43 ലാക്സിൻ്റെ ഇടയിലാണ് എക്സ്ഷോറൂം പ്രൈസ്. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി ഒരു 40 to 45 ലാക്സിൻ്റെ അകത്ത് എക്സ്ഷോറൂം പ്രൈസ് നിൽക്കുന്ന രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഫോർച്യൂണറിൻ്റെ ടോപ്പ് എൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നാലും ഒരു 4-5 ലക്ഷം രൂപ എങ്ങനെയും കുറവായിരിക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർ ഇത്രയും പ്രൈസ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഫോർച്യൂണറിന് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കൂടുതൽ കാണിക്കാറ്. ഇനി അതിൽ നിന്ന് എങ്ങനെ ഈ വണ്ടിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് അവർക്ക് നോക്കാൻ പറ്റിയൊരു കാര്യം. ഗ്ലോസ്റ്റർ അവർ ഓൾറെഡി ഇറക്കിയൊന്ന് ട്രൈ ചെയ്തതാണ്. ചിലപ്പോൾ അത് അത്ര നല്ലൊരു ഹിറ്റ് ആവാത്തതുകൊണ്ടായിരിക്കും ആ പേരിടാതെ വേറൊരു പേരിൽ മെജസ്റ്റർ എന്ന് പറഞ്ഞ് വണ്ടി അവർ ഇറക്കിയിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ പുതിയ പേര് വർക്കൗട്ട് ആവില്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഗ്ലോസ്റ്റർ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിനെ പറ്റിയൊന്നും അവരിപ്പോൾ നിലവിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരേ സെഗ്മെൻറ്റിൽ മറ്റേത് ഓക്കെ ശരി, D സെഗ്മെൻറ്റ് SUV, ഇത് D+ സെഗ്മെൻറ്റ് SUV. അതിപ്പോൾ എന്താണെങ്കിലും സെയിൽസ് വരുമ്പം കൂടുതൽ ആൾക്കാർ എന്തായാലും ഇത് തന്നെ പ്രിഫർ ചെയ്യുള്ളൂ. അറ്റ്ലീസ്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ. ഗ്ലോസ്റ്ററിന് വലിയ സെയിലൊന്നുമില്ല, 100 താഴെ എല്ലാ മാസവും സെയിൽ കിട്ടാറുള്ളൂ. അതുകൊണ്ട് മിക്കവാറും അവരധികം വേഗത ഗ്ലോസ്റ്റർ നിർത്തുമായിരിക്കും. അത് നമുക്ക് കണ്ടറിയാം. എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ആയി തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.